ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം 2-1 എന്ന സ്കോറിൽ ബ്രസീൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആസ് എ ബ്രസീൽ ഫാൻ ഞാൻ പറയാലോ, ഞാനിത് എക്സ്പെക്ട് ചെയ്ത ഒന്ന് തന്നെയാണ്. സോ ഞാനൊരു 3-1 എന്ന ഒരു മാർജിനിലുള്ള തോൽവിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എനിക്ക് സന്തോഷമുണ്ട്. കാരണം അതായത് ബിഫോർ കാർലോ ആഫ്റ്റർ ടിറ്റ ഇതിന്റെ ഒരു ഇടക്കാലം ഉണ്ടായിരുന്നല്ലോ ബ്രസീലിനെ സംബന്ധിച്ചിട്ട്. വിത്തൗട്ട് നെയ്മർ എന്നൊക്കെയുള്ള ഒരു ഇടക്കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ബ്രസീല് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് വെച്ച് നോക്കുമ്പോൾ, ഇന്ന് അത്യാവശ്യം വൃത്തിയായിട്ട് ബ്രസീല് കളിച്ചു എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഇന്നത്തെ മാച്ച് അതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ശരിക്കും ഇന്ന് കളിച്ചത് കാർലോയുടെ ബ്രസീലാണ്. കാർലോയുടെ ബ്രസീൽ, അതായത് ആ മാച്ച് മുഴുവൻ കാണുമ്പോൾ അറിയാം കാർലോ ആഞ്ചലോട്ടിയുടെ മൈൻഡ് അല്ലെ മെന്റാലിറ്റി എന്തായിരുന്നു, അതായിരുന്നു ഇന്നത്തെ ബ്രസീൽ ടീം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. അപ്പോ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിട്ട് ഇന്നൊരു ഫ്രണ്ട്ലി ആണ്, ഫ്രാൻസുമായിട്ടാണ് കളിക്കുന്നത്. കാർലോയെ സംബന്ധിച്ചിട്ട് പ്രൂവ് ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ടായിരുന്നു ഇന്ന്. അതായത് ഇപ്പം കാർലോ ഇപ്പൊ കിടക്കുന്നത് കുറച്ചൊരു പ്രശ്നത്തിലാണ്. കാരണം ടീമിലേക്ക് നെയ്മറെ എടുത്തിട്ടില്ല എന്നുള്ളൊരു വിവാദം പുള്ളിയുടെ പേരിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ബ്രസീലിലുള്ള ലെജൻസുകൾ വരെ, അതേപോലെ തന്നെ മറ്റ് ഒരുപാട് ഫാൻസ് ആയാലും ഒക്കെ പുള്ളിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നെയ്മറെ സ്കോഡിലേക്ക് പുള്ളി എടുത്തിട്ടില്ല എന്നൊക്കെ. അപ്പം ചില ലെജൻസ് വന്ന് പറഞ്ഞിരുന്നു നെയ്മർ ആണ് ബ്രസീലിന് പ്രധാനം, അല്ലാതെ ആഞ്ചലോട്ടി അല്ല എന്ന് വരെ പറഞ്ഞ സിറ്റുവേഷൻസ് ഇപ്പൊ ഇവിടെ ഉണ്ടായി. അപ്പോ നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ടീമിനെ വെച്ച് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും ആഞ്ചലോട്ടിക്ക് ഉണ്ടായിരുന്നത്. അതിനെ തന്നെയാണ് ആഞ്ചലോട്ടി ശ്രമിച്ചത്. ഒരു ഫ്രണ്ട്ലി എന്ന രീതിയിൽ കളിക്കാൻ ആഞ്ചലോട്ടി തയ്യാറായിരുന്നില്ല. കളി ആദ്യം മുതൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ബ്രസീല് മാരക ഒരു 11 ഇറക്കിയത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ വിനിയുണ്ട്, മാർട്ടിനെല്ലി ഉണ്ട്, കുഞ്ഞയുണ്ട്, അതേപോലെ റാഫീനിയോ, കാസിമിറോ, അങ്ങനെ ഒരു കിടിലം ടീം 11 തന്നെ ആഞ്ചലോട്ടി ഇറക്കുന്നു. അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ നല്ല മാരക അറ്റാക്കുകൾ നടത്തുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ ഫ്രണ്ട്ലി തന്നെ ആണോ കളിക്കുന്നത് എന്ന് വരെ എനിക്ക് തോന്നി. കമ്പാരിറ്റീവ്ലി ഇന്നത്തെ രണ്ട് ടീമിനെയും, അതായത് ഫ്രാൻസിനെയും ബ്രസീലിനെയും വെച്ച് നോക്കുമ്പോൾ രണ്ടും മാരക സ്കോഡ്, ഭയങ്കര സ്കോഡ് രണ്ട് ടീമും. അപ്പം അത് ഏതാ കൂട്ടിമുട്ടിയാൽ തീ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരുന്നു, അമ്മാതിരി സ്കോഡ്. അപ്പോ ബ്രസീലിനെ വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസ് അത്ര വലിയ അറ്റാക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഫ്രാൻസിന് 2 ചാൻസുകൾ കിട്ടി, അത് അവര് മുതലാക്കി. ഫ്രാൻസ് മുതലാക്കി എന്നുള്ളതാണ്. ബ്രസീലിനെ സംബന്ധിച്ച് ചാൻസസ് ഒരുപാട് ക്രിയേറ്റ് ആയി, പക്ഷെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു ഗോൾ മാത്രമാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോ ആഞ്ചലോട്ടി ഇപ്പൊ കളി എടുക്കുകയാണെങ്കിൽ ആദ്യം തൊട്ടേ കളി ജയിച്ചേ പറ്റൂ, പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള മെന്റാലിറ്റിയിൽ കളി മുമ്പോട്ട് പോകുന്നു. അതിന്റെ ഇടയിലാണ് പെട്ടെന്ന് വന്ന് എംബാപ്പെ ഒരെണ്ണം ഇടുന്നത്, ഒരു ഗോൾ ഇട്ടു. അപ്പോഴത്തേക്ക് നൈസായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയി നിന്ന് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് ഡൗൺ ആവുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് ആവുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു റെഡ് കാർഡ്, അതായത് ഫ്രാൻസിന് ഒരു റെഡ് കാർഡ് കിട്ടുന്നു. അവിടുന്ന് വീണ്ടും ബ്രസീൽ ഒന്നുകൂടി മേക്ക് ആവാൻ നോക്കുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അവരത് ബാലൻസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് കാൻഡനെ കൊണ്ടുവരുന്നു. അങ്ങനെ അവരതൊന്ന് ബാലൻസ് ചെയ്ത് ഫ്രാൻസ് അത് ബാലൻസ് ചെയ്ത് പോകുന്നു. അപ്പം ഈ 10 പേരായി കുറഞ്ഞത് ഒന്ന് മുതലെടുക്കാനായിട്ട് ബ്രസീൽ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും പണി കിട്ടുന്നു. അപ്പൊ ബാക്ക് വോൾ പൊട്ടുന്നു. 2 തവണ പൊട്ടി, 2 തവണയും പണി കിട്ടി. അപ്പോ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, പണ്ടുണ്ടായിരുന്ന ഒരു ബാക്ക് വോൾ ഉണ്ടല്ലോ, നമ്മുടെ ഡാനി ആൽവസ്, തിയാഗോ സിൽവ, അല്ലെങ്കിൽ നമ്മുടെ മാഴ്സലോ, അങ്ങനെ ഒരു ബാക്ക് വോൾ എന്തായാലും ഇപ്പൊ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ ബാക്ക് വോളിന്റെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ബാക്ക് വോളിൽ പ്രശ്നം പറ്റുന്നു, അത് ഫ്രാൻസ് അത് ഉപയോഗിക്കുന്നു. അപ്പം വീണ്ടും ഒന്ന് താഴേക്ക് പോകുന്നു ബ്രസീൽ. അപ്പൊ പെട്ടെന്ന് 2 കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കാർലോയുടെ മൈൻഡ് പെട്ടെന്ന് മാറുന്നു. കാർലോ പതിയെ ഫ്രണ്ട്ലി അല്ലേ എന്നുള്ള മട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് പലരെയും വലിക്കുന്നു. വിനിയെ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പല പ്ലേയേഴ്സിനെയും വലിക്കുന്നു. ബെഞ്ചിലിരിക്കുന്നവർക്കൊക്കെ അവസരം കൊടുക്കുന്നു. ജാവോ പെഡ്രോ ഒക്കെ വരുന്നു. അങ്ങനെ വീണ്ടും, പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ഒക്കെ ബ്രസീൽ ഭയങ്കര നന്നായിട്ട് കളിച്ചു എന്നുള്ളതാണ്. നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പൊ വീണ്ടും ഒരു ഗോൾ കൂടി ഇട്ട് കഴിഞ്ഞപ്പോ ഒരു തിരിച്ചുവരവ്, ടൈ എങ്കിലും ആക്കണം എന്നുള്ള ഒരു പരിപാടിയിലോട്ട് വീണ്ടും കാർലോ പോകുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. എന്തായാലും 2-1 എന്ന സ്കോറിൽ ബ്രസീൽ പരാജയപ്പെടുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയാലോ, ഇത് ഒരു ബെറ്റർ പരിപാടിയാണ്. ഫ്രാൻസ് ആണ് ഇത്രയും വലിയ സ്കോറുള്ള ഒരു ടീമാണ്. ഫ്രാൻസുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ബ്രസീൽ ഇന്ന് ഇങ്ങനെ ഒരു മത്സരം കാഴ്ചവെച്ചു എന്നുണ്ടെങ്കിൽ
ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് അടിപൊളി, കൊള്ളാം, പരിപാടി കൊള്ളായിരുന്നു എന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് പിന്നെ ഓരോ പ്ലേയേഴ്സിന്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വിനീഷ്യസിന്റെ കേസിലേക്ക് വരുമ്പോൾ, വിനീഷ്യസ് ആണ് ഇന്ന് നമ്പർ 10 ജേഴ്സിയിൽ കളിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. വിനീഷ്യസ് കളിക്കുന്നുണ്ട് കമ്പാരിറ്റീവ്ലി. ഇതുവരെ ഞാൻ എപ്പോഴും വിനീഷ്യസിനെ കുറ്റം പറയുന്ന ഒരാളാണ്. കാരണം അത് ബ്രസീലിന്റെ കുപ്പായത്തിൽ വരുമ്പോഴാണ്, ബ്രസീലിന്റെ ജേഴ്സിയിൽ ആൾ വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രഷറാണ്. ആ ജേഴ്സി ഇട്ട് പുള്ളിക്ക് കളിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇന്ന് കമ്പാരിറ്റീവ്ലി വിനീഷ്യസ് കുറെ കൂടി ബെറ്റർ ആയിട്ട് കളിച്ചു, കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാർലോ വന്നതിന്റെ ഒക്കെ ഒരു കോൺഫിഡൻസ് ആവാം അത്. വിനീഷ്യസ് ഇന്ന് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നെയ്മർ ഉണ്ടാക്കാറുള്ള ഒരു ഇമ്പാക്ട്, അതായത് നമ്പർ 10 പ്ലെയർ ഉണ്ടാക്കാറുള്ള ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ കൂടെ ആള് അത്യാവശ്യം വൃത്തിക്ക് കളിച്ചു എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞ ഉണ്ടായിരുന്നു, കുഞ്ഞൊക്കെ അടിപൊളിയായിരുന്നു. റഫീനോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ റഫീനോയെ വലിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ അതേപോലെ തന്നെ മാർട്ടിനെല്ലി എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച, അതായത് ഇന്ന് മാച്ചിൽ ശ്രദ്ധിച്ച ഒരു വ്യക്തി, ഒരു പ്ലെയർ എന്ന് പറയുന്നത് ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന ബ്രസീലിന്റെ നമ്പർ 20 ജേഴ്സി അണിഞ്ഞ പ്ലെയർ ആയിരുന്നു. ഞാൻ കളി കഴിഞ്ഞപ്പോ തന്നെ ഒരു സ്റ്റോറി ഒക്കെ ഇട്ടായിരുന്നു, ദേവനെ ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രസീലിന്റെ ഒരു ന്യൂനോ മാൻഡസ് ആയിട്ട് എനിക്ക് തോന്നി. ന്യൂനോ മാൻഡസ് എനിക്ക് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഏറെക്കുറെ അതേപോലത്തെ ഒരു ബോഡി ലാംഗ്വേജും അതേപോലത്തെ മെന്റാലിറ്റിയിലും കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് പുള്ളിക്കാരനെ ലൂയിസ് എൻറിക്കേനെ തോന്നിയത്. സോ ആളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ അത് പുള്ളി ബ്രസീലിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. വരുന്ന വേൾഡ് കപ്പിലൊക്കെ ആണെങ്കിലും പുള്ളിയുടെ ഭാഗത്തു നിന്ന് വലിയ കോൺട്രിബ്യൂഷൻസ് ഇനി വരാൻ കിടക്കുന്നു എന്നുള്ളൊരു സൂചന നൽകിയിട്ടാണ് ഈ മത്സരം അവസാനിപ്പിച്ച് ലൂയിസ് എൻറിക്കെ പോയിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്രൊയേഷ്യ ആയിട്ടുള്ള മത്സരത്തിൽ പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാണേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ആയിരുന്നു ശരിക്കും മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പം പിന്നെ ഈ മത്സരത്തിന് ഡിപ്പെൻഡ് ചെയ്ത് നടന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നെയ്മർ തന്നെയാണ്. ഞാൻ ചില ആളുകളുടെ വീഡിയോസ് കണ്ടിരുന്നു, അതായത് ഇന്ന് ബ്രസീൽ തോൽക്കണം, ഫ്രാൻസുമായിട്ട് ബ്രസീൽ തോൽക്കണം, തോറ്റേ പറ്റൂ എന്നുവെച്ചാൽ ബ്രസീൽ ഫാൻസ് തന്നെയാണ് പറയുന്നത്. തോക്കണം, കാർലോയുടെ അഹങ്കാരം തീരണം, നെയ്മറെ ടീമിൽ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും നെയ്മറെ ടീമിൽ എടുക്കാത്തതിന്റെ പേരിൽ കാർലോനെ ക്രൂശിക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ എനിക്കിതിൽ കാർലോനെ, ഞാൻ ഒരു നെയ്മർ ഫാനാണ്, പക്ഷെ എനിക്ക് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കാർലോനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് നെയ്മർ ബ്രസീൽ കണ്ട ഏറ്റവും മികച്ച ഒരു താരമാണ്, ടോപ്പസ്റ്റ് ഗോൾ സ്കോറർ ഒക്കെ ആണ്, ശരിയാണ്. പക്ഷെ നെയ്മറുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നെയ്മറെ വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ കാർലോയെ സംബന്ധിച്ചിട്ട് പുള്ളിക്ക് ഇതൊക്കെ അറിയാം, കാരണം പുള്ളി പണി തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പോ കാർലോയ്ക്ക് അറിയാം നെയ്മറെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഏറിയ ഒരു കാര്യമാണ്. കാരണം നെയ്മറുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെയ്മർ കളിക്കുന്നുണ്ട്, ശരിയാണ്. ഇപ്പൊ നമ്മൾ ഒറ്റക്കാലിൽ ഇറക്കി വിട്ടാലും പുള്ളി കളിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മർ ഇപ്പോൾ സാന്റോസിൽ തന്നെ ആണെങ്കിലും ഒരു കളി ഇന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അറിയില്ല ഈ കളി പുള്ളി മുഴുവിപ്പിക്കുമോ എന്ന് നമുക്ക് അറിയില്ല. ആ ഒരു രീതിയിലാണ് നെയ്മറുടെ ഫിറ്റ്നസ് ഇപ്പോൾ ഉള്ളത്. എപ്പോ വേണമെങ്കിലും പരിക്ക് പറ്റാം, എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് പോവാം എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നെയ്മർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയറിനെ, ഇനിയിപ്പോ എത്ര ലെജൻഡ് ആണെങ്കിലും അങ്ങനെ ഒരു പ്ലെയറിനെ വെച്ചിട്ട് നമ്മളൊരു വേൾഡ് കപ്പ് പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നാഷണൽ സ്ക്വാഡിന്റെ മൊത്തത്തിൽ പ്ലാൻ പുള്ളിയെ ഡിപ്പെൻഡ് ചെയ്ത് പുള്ളിയെ ചുറ്റിപ്പറ്റിയ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം റിസ്ക് ഏറിയ ഒരു കാര്യമാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കാർലോ അതിനെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് കാർലോ എന്തായാലും ബ്രസീലിന്റെ 2026 വേൾഡ് കപ്പ് സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നെയ്മർക്ക് ഇപ്പോഴും ടൈം കൊടുത്തിരിക്കുകയാണ് കാർലോ. സോ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ തന്റെ ആ ഒരു സ്കിൽഡ് ആയിട്ടുള്ള നെയ്മറിനെ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ടൈം കൊടുത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം വിത്തൗട്ട് നെയ്മർ എങ്ങനെ നമുക്ക് കളിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്ലാനാണ് കാർലോ ഇപ്പോ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെയാണ് വേണ്ടത്. കാരണം നെയ്മറുടെ അവസ്ഥ അതാണ്. കാരണം എപ്പോ വേണമെങ്കിലും നെയ്മർ ഒരു കളി തുടങ്ങിയാൽ മുഴുവിപ്പിക്കുമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ നെയ്മർ വെച്ചിട്ടല്ല പ്ലാൻ ചെയ്യേണ്ടത്, മറിച്ച് നെയ്മർ ഇല്ലാത്ത ഒരു ബ്രസീൽ ടീമിനെ തന്നെയാണ് മേക്ക് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരു ടീമിനെ മേക്ക് ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ ഇടയിലേക്ക് നെയ്മറെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കിടിലമായിരിക്കും എന്നുള്ളത് എനിക്കറിയാം, എനിക്ക് തോന്നുന്നു. കാരണം നെയ്മർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ നെയ്മർ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് വരുന്നു. അങ്ങനെ ഒരു പരിപാടിയാണ് കാർലോ ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കാർലോ കുക്ക് ചെയ്യുന്ന ആ സാധനം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് നമ്മൾ ആ വേൾഡ് കപ്പ് തൂക്കും എന്നുള്ളത് ഉറപ്പ് കാര്യമാണ്. ഇന്ന് ഫ്രാൻസിനെ നമുക്ക് 2-1 അത് വലിയ തോൽവിയോ കാര്യമൊന്നും അല്ല, പിന്നെ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ഇന്ന് കമ്പാരിറ്റീവ്ലി വൃത്തിയായിട്ട് അവർ കളിച്ചു. അപ്പം
നെയ്മറെ കൊണ്ടുവന്നില്ല, നെയ്മർ വന്നില്ല, നെയ്മറെ സ്കോഡിൽ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നെയ്മറെ എപ്പോ, എവിടെ, എന്തിന്, എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള വ്യക്തമായ ധാരണ കാർലോ അൻസെലോട്ടിക്ക് ഉണ്ട്. അത് പുള്ളി കൊണ്ടുവന്നിരിക്കും, അത് ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. പുള്ളി ചുമ്മാ ഒന്നല്ല ബ്രസീലിന് വണ്ടി കയറിയേക്കുന്നത് എന്നുള്ള കാര്യം മാത്രം എല്ലാവരും ഓർത്താൽ മതി. സോ നെക്സ്റ്റ് മാച്ച് ക്രൊയേഷ്യയായിട്ടാണ്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. കാർലോയുടെ പുതിയ തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. താങ്ക് യു.